നമസ്കാരം. എല്ലാവർക്കും 2024 പുതുവർഷത്തിലേക്ക് സ്വാഗതം. 2023 എന്ന വർഷം കഴിയുന്നതോടുകൂടി പല ആളുകൾക്കും 27 നക്ഷത്രത്തിൽപ്പെട്ട പല ആളുകളും ഇപ്പോഴും പറയുന്ന ഒരു വാചകമുണ്ട്: ജീവിതത്തിൽ രക്ഷപ്പെടാൻ കഴിഞ്ഞിട്ടില്ല. പല നക്ഷത്രക്കാർക്കും ഏഴരശനിയും കണ്ടകശനിയും അഷ്ടമശനിയൊക്കെ കടന്നുപോയിട്ടും 2023 എന്ന പുതുവർഷം കഴിയാറായിട്ടും പഴയ അവസ്ഥ തന്നെ തുടർന്നു പോകുന്ന ഒരുപാട് ക്ലയൻസ് ഇപ്പോഴും ഉണ്ട്. പലരും പറയാറുണ്ട്, ഇനി എന്ത് ചെയ്യണമെന്നറിയില്ല, എങ്ങനെയാണ് രക്ഷപ്പെടേണ്ടതെന്നറിയില്ല. എത്രയോ ജ്യോത്സ്യന്മാരുടെ അടുത്തും എത്രയോ അമ്പലങ്ങളിലും എത്രയോ ക്ഷേത്രങ്ങളിലും പോയിട്ടും ഒന്നിനും ഒരു പരിഹാരവും കിട്ടുന്നില്ല. ഇനി എങ്ങനെ മുന്നോട്ട് പോകണം? പലർക്കും ജോലി നഷ്ടപ്പെട്ടു, പലർക്കും വിദേശ ജോലി നഷ്ടപ്പെട്ടു, പലരുടെയും ഉണ്ടായിരുന്ന വരുമാനം മുടങ്ങി, പലർക്കും കേസുകളും പ്രശ്നങ്ങളും കുടുംബം വരെ നഷ്ടപ്പെട്ട പലരും കഷ്ടപ്പെടുന്നുണ്ട്. എന്തായാലും അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ട് 2024 എന്ന് പറയുന്നൊരു പുതുവർഷം എല്ലാവർക്കും ഗുണം കൊണ്ടുതരട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് 2024 ഓരോ നക്ഷത്രക്കാർക്കും 27 നക്ഷത്രത്തിൽപ്പെട്ട ഓരോ നക്ഷത്രക്കാർക്കും എങ്ങനെയാണ് എന്ന് നമുക്ക് നോക്കാം. എന്തായാലും ഒരു കാര്യം ഉറപ്പാണ്, കുറേയേറെ പ്രാർത്ഥനകളും വഴിപാടുകളും കുറേയേറെ ക്ഷേത്രങ്ങളിലെ ദർശനമൊക്കെ കൊണ്ട് നമുക്ക് മനസ്സിന് ഒരു കുളിർമയും, ഒപ്പം തന്നെ ആ ഒരു പ്രശ്നങ്ങൾക്ക് ഒരു സ്പിരിച്വൽ റെമഡി എന്ന രീതിയിൽ ചില കാര്യങ്ങൾ ചെയ്യുമ്പോൾ നമുക്ക് ജീവിതത്തിലൊരു ഉന്നമനവും കൈവരിക്കാൻ സാധിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ പൂർണ്ണമായിട്ടും ജ്യോതിഷത്തെയും അതിൻ്റെ പരിഹാരങ്ങളെയും അല്ലെങ്കിൽ അതിൽ നിന്ന് കിട്ടുന്ന ആ ഒരു സ്പിരിച്വൽ റെമഡി എന്ന് പറഞ്ഞാൽ ചെറിയ ചെറിയ ദോഷപരിഹാരങ്ങളെയൊന്നും നിങ്ങൾ തള്ളിക്കളയണ്ട. പറ്റുന്ന പോലെയൊക്കെ ഒരുപാട് പണം മുടക്കി അല്ലെങ്കിൽ പോലും പറ്റുന്ന പോലെയൊക്കെ നിങ്ങൾ ചെയ്യാൻ ശ്രമിക്കുക. സാധാരണ ചെയ്യുന്ന വ്രതങ്ങളാണെങ്കിലും എല്ലാ ദിവസങ്ങളിലും നിങ്ങളുടെ ദോഷപരിഹാരങ്ങൾ നോക്കി ചെയ്യുന്ന ക്ഷേത്ര ദർശനമാണെങ്കിലും നമുക്ക് നല്ലൊരു രീതിയിൽ ഗുണങ്ങളൊക്കെ കൊണ്ടു തരട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ആദ്യമായിട്ട് അശ്വതി നക്ഷത്രത്തിലേക്ക് കടക്കുകയാണ്. അശ്വതി നക്ഷത്രം 2024 ധാരാളം കാര്യങ്ങളൊക്കെ ഏറ്റെടുക്കേണ്ടതായിട്ട് വന്നു ചേരുന്നുണ്ട്. കുടുംബ സുഖം, കുടുംബത്തിൽ ചില അംഗങ്ങളുമായിട്ടൊക്കെയുള്ള ചില പ്രശ്നങ്ങളും വാക്കുതർക്കങ്ങളും മൂലം കുടുംബസുഖം കുറയാനൊക്കെ ഇട വരുന്നുണ്ട്. പുതിയ ബന്ധങ്ങളും സൗഹൃദങ്ങളും ഒക്കെ ദോഷകരമായിട്ട് വന്നു ചേരുന്നതാണ്. അതുകൊണ്ട് തന്നെ പുതിയ ബന്ധങ്ങളൊക്കെ വരുമ്പോൾ നിങ്ങൾ ശ്രദ്ധയോടുകൂടി വേണം അത് എടുക്കാനായിട്ട്. വരുന്ന സൗഹൃദങ്ങളെയൊക്കെ കണ്ണടച്ച് വിശ്വസിക്കാതിരിക്കാം. പുതിയതായിട്ട് സർക്കാർ സർവീസിലൊക്കെ ജോലി ആഗ്രഹിച്ച് PSC ഒക്കെ എഴുതി ആഗ്രഹിച്ച് കിട്ടുമെന്ന് പ്രതീക്ഷിച്ചിരിക്കുന്നവർ നല്ലതുപോലെ ക്ഷേത്ര ദർശനവും വഴിപാടുകളൊക്കെ കഴിച്ച് പ്രാർത്ഥനയോടുകൂടി കഴിയുക. നിങ്ങൾക്ക് ജോലി ലഭിക്കാനൊക്കെയുള്ള അവസരങ്ങൾ വന്നു ചേരുന്നുണ്ട്. മേലധികാരികളുമായിട്ട്, ഉദ്യോഗത്തിലിരിക്കുന്ന സർക്കാർ സർവീസിലേക്ക് ഇരിക്കുന്ന ആളുകൾ മേലധികാരികളുമായിട്ടൊക്കെ അനുകൂലമായിട്ട് പെരുമാറുന്നതും മേലധികാരികളോടൊക്കെ വളരെ ഒബീഡിയൻ്റായിട്ട് പെരുമാറുന്നതൊക്കെ വളരെ നന്നായിരിക്കും. വരവും ചെലവും ഈ വർഷം ഏതാണ്ട് തുല്യമായിരിക്കുവാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുന്നത്, ജാഗ്രത പുലർത്തുന്നത് നന്നായിരിക്കും. സാമ്പത്തിക ബാധ്യത വർഷാവസാനത്തോടുകൂടി വരാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. വലിയ കടമൊക്കെ വന്ന് സാമ്പത്തിക ബാധ്യത വന്ന് ചേരാതിരിക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധ പതിപ്പിക്കാം. പഴയ വീട്, ഭവനം പുതുക്കി പണിത് അതിൽ താമസമാക്കാനുള്ള യോഗ്യതയൊക്കെ നിങ്ങൾക്ക് വന്നു ചേരുന്നതാണ്. പുതിയതായിട്ടുള്ള വാഹനങ്ങൾ, പഴയ വാഹനം മാറ്റി പുതിയ വാഹനം വാങ്ങിക്കാനൊക്കെ നിങ്ങൾക്ക് യോഗം വന്നു ചേരുന്നുണ്ട്. മാതാവുമായിട്ട് ചില്ലറ, കുടുംബത്തിൽ അമ്മയുമായിട്ടൊക്കെ ചില്ലറ അഭിപ്രായ വ്യത്യാസങ്ങൾ, ഭിന്നതകളൊക്കെ ഉണ്ടാകുന്നത് കൊണ്ട് വാക്കുകളൊക്കെ സൂക്ഷിച്ച് കൈകാര്യം ചെയ്യുന്നത് നന്നായിരിക്കും. ജീവിത പങ്കാളിയുമായിട്ട്, ഭാര്യയും ഭർത്താവുമായിട്ടൊക്കെ പരസ്പരം കലഹങ്ങളൊക്കെ ഉണ്ടാകാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. സന്താനങ്ങളുടെ ഉയർച്ചയ്ക്ക് വേണ്ടി ഉന്നത വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ട് പണമൊക്കെ നിങ്ങൾക്ക് ധാരാളം കണ്ടെത്തേണ്ടതായിട്ടൊക്കെ വന്നു ചേരുന്നുണ്ട്. വർഷ മധ്യത്തോടുകൂടി 2024 വർഷ മധ്യത്തോടുകൂടി, അതായത് 1199 ആണ്ട് തീർന്ന് 2000 ആണ്ട് തുടങ്ങുന്ന ആ ചിങ്ങമാസത്തോടുകൂടി, ചിങ്ങം കന്നി മാസത്തോടുകൂടി നിങ്ങൾക്ക് പരസ്യ കമ്പനികളും അഡ്വർടൈസ്മെൻറ്റും കലാ കായിക രംഗത്ത് പ്രവർത്തിക്കുന്ന ആളുകൾക്കൊക്കെ ശുഭകരമായ ഒരു പ്രതീക്ഷ തരുന്ന ഒരു കാലയളവായിരിക്കും വർഷമധ്യത്തോടുകൂടി. ജീവിത പങ്കാളിയുടെ രോഗം മൂർച്ഛിക്കുവാനും അതുമൂലം ആശുപത്രിവാസത്തിനും പണച്ചിലവിനുമൊക്കെ വഴി വയ്ക്കുന്നുണ്ട്.
അതുകൊണ്ട് തന്നെ ആശുപത്രിവാസം വരാതിരിക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. രോഗത്തിൻ്റെ തുടക്കത്തിൽ തന്നെ നിങ്ങൾ നല്ലതുപോലെ ചികിത്സകളൊക്കെ തേടിപ്പോകുന്നത് നന്നായിരിക്കും. നല്ല വിദഗ്ധ ചികിത്സയൊക്കെ ചെയ്യുന്നത് കൊണ്ട് ആശുപത്രിവാസം ഒഴിവാക്കാനായിട്ട് സാധിക്കുന്നതാണ്. കോപം അടക്കുന്നത്, വിദ്വേഷം, കോപം ഒക്കെ അടക്കി വയ്ക്കുന്നത് നന്നായിരിക്കും. കാരണം മറ്റുള്ളവരുമായിട്ട് സംസാരിക്കുമ്പോൾ ചിലപ്പോൾ നിങ്ങളുടെ കോപം കൊണ്ട് വാക്കുതർക്കങ്ങളോ അവിടെ ചില പ്രശ്നങ്ങളൊക്കെ ഉടലെടുക്കാൻ സാധ്യതകൾ തെളിയുന്നുണ്ട്. സുഹൃത്തുക്കൾ മൂലം ചില പ്രശ്നങ്ങളിലൊക്കെ നിങ്ങൾക്ക് ഇടപെടേണ്ടതായിട്ട് വരാം. മധ്യസ്ഥ വഹിക്കാൻ പോകുന്നതിന് മുൻപ് നല്ലതുപോലെ ആലോചിച്ച ശേഷം അതിൽ ഇടപെടുന്നത് നന്നായിരിക്കും. കുടുംബാംഗങ്ങളുമായിട്ട് ധാരാളം സമയം ചെലവഴിക്കാൻ നിങ്ങൾക്ക് സമയം കണ്ടെത്തേണ്ടതായിട്ട് വന്നു ചേരുന്നുണ്ട്. പണം, ആരോഗ്യം ഇതെല്ലാം കൂടുതൽ ശ്രദ്ധ പതിപ്പിക്കുന്നതും പണം ചെലവഴിക്കുന്നതിലും ആരോഗ്യകാര്യത്തിലൊക്കെ നിങ്ങൾ ശ്രദ്ധിക്കുന്നത് മൂലം നിങ്ങൾക്ക് ധാരാളം നേട്ടങ്ങളൊക്കെ വർഷാവസാനത്തോടുകൂടി നേടിയെടുക്കാൻ കഴിയുന്നതാണ്. ആരോഗ്യപരമായ പ്രശ്നങ്ങളിൽ ജാഗ്രത പുലർത്തുന്നത് നല്ലതായിരിക്കും. ഭക്ഷ്യസംബന്ധമായ വിഷബാധ ഏൽക്കാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. രാഷ്ട്രീയ സാമൂഹിക രംഗത്തുള്ളവർക്ക് നല്ല ഒരു രീതിയിലുള്ള ജനസമ്മതി നേടാനായിട്ട് സാധിക്കുന്നതാണ്. നിങ്ങളുടെ വീട്ടിൽ അശ്വതി നക്ഷത്രക്കാരായ ആളുകളുടെ വീട്ടിൽ ചില മംഗളകർമ്മങ്ങളൊക്കെ നടക്കുന്നതാണ്. നേതൃത്വ പദവിയിലേക്ക് ഉയരുന്നതിനായിട്ട് സാമൂഹിക രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് സാധിക്കുന്നതാണ്. എല്ലാവരുമായിട്ടും അയൽപക്കക്കാരുമായിട്ടും ഒക്കെ രമ്യതയിൽ വർത്തിക്കാൻ പ്രത്യേകം ശ്രദ്ധ പുലർത്തേണ്ടതാണ്. വർഷാവസാനത്തോടുകൂടി സാമ്പത്തിക ബാധ്യത വരാതിരിക്കാനായിട്ട് എല്ലാ കാര്യത്തിലും ജാഗ്രത പുലർത്തുന്നത് നന്നായിരിക്കും. ഗുണദോഷ സമ്മിശ്രമാണ് എങ്കിലും ദോഷപരിഹാരമായിട്ട് എല്ലാ വ്യാഴാഴ്ചയും മഹാവിഷ്ണു ക്ഷേത്രം ദർശിക്കുന്നതും മഹാവിഷ്ണുവിന് പാൽപ്പായസം, അതുപോലെ തന്നെ ത്രിമധുരം, തുളസിമാല ഇവ സമർപ്പിക്കുന്നതും, അതുപോലെ തന്നെ എല്ലാ വ്യാഴാഴ്ചയും വ്യാഴാഴ്ച വ്രതം എടുക്കുന്നതും, ബൃഹസ്പതി പൂജ ചെയ്ത് ബൃഹസ്പതി യന്ത്രം ഏലസായിട്ട് ധരിക്കുന്നതും, നല്ല ഒരു ദൈവജ്ഞനെ കണ്ട് നിങ്ങളുടെ ഈ പറയുന്ന ദോഷങ്ങളിൽ ഏത് ദശാകാലമാണ് നിങ്ങൾക്കിപ്പോൾ കടന്നു പോകുന്നത്, ദശാകാലത്തിന് അന്തർദശ ഏതാണ്, ഏത് ദശയ്ക്കൊക്കെയാണ് മൗഢ്യമുള്ളത്, ഏത് മഹാദശാകാലമാണ് നിങ്ങൾക്ക് ഗുണം ചെയ്യുന്നത്, വ്യാഴദശാകാലം നിങ്ങൾക്ക് ദോഷമാണോ, ഗോചരവശാലും ചാരവശാലുമുള്ള ഗ്രഹങ്ങളുടെ പൊസിഷനൊക്കെ എന്താണ് എന്നൊക്കെ നോക്കിയിട്ട് അതിനും കൂടിയുള്ള ചെറിയ തോതിലുള്ള പരിഹാരങ്ങളും ക്ഷേത്ര ദർശനവും പൂജാ വഴിപാടുകളൊക്കെ ചെയ്യുന്നത് നിങ്ങൾക്ക് കൂടുതൽ ഗുണകരമായിരിക്കും. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ മനസ്സിനും ശരീരത്തിനും കുടുംബത്തിനും സന്താനങ്ങൾക്കുമൊക്കെ ശ്രേയസ്സും അഭിവൃദ്ധിയും ഉണ്ടാകുന്നതിനായിട്ട് നിങ്ങളുടെ ജാതകങ്ങളോ ദശാകാലങ്ങളൊക്കെ ഒന്ന് പരിശോധിക്കുന്നത് വളരെ നന്നായിരിക്കും. എല്ലാം കൈവിട്ട് കഴിയുമ്പോൾ നമ്മൾ ചെന്നിട്ടൊരു ജ്യോത്സ്യൻ്റെ അടുത്തേക്ക് ഓടുന്നതിനേക്കാൾ ബെറ്റർ നമുക്ക് ഇപ്പോൾ ഉള്ള നമ്മളുടെ സമയം നല്ലതാണോ, വരാൻ പോകുന്ന സമയത്തിൽ ഇനി എന്തെങ്കിലും മാറ്റങ്ങൾ നമ്മൾ ചെയ്യേണ്ടതുണ്ടോ എന്ന് നോക്കുന്നത് നന്നായിരിക്കും. എല്ലാവർക്കും പുതുവർഷം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു.